ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താറിന് സ്പെഷ്യലായിട്ടുള്ള ബ്രെഡ് പപ്സാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം 4 സവാള, 3 ചെറിയ തക്കാളി, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം, ഇതെല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഫ്താർ വ്ളോഗ് 11ൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. വീട്ടിൽ കസിൻസൊക്കെ വന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇതാ നമുക്ക് ഈ വീഡിയോ 12ൻ്റെ നമ്മളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പപ്സ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിയും അതുപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചേർത്തി കൊടുക്കണം ഗരം മസാലപ്പൊടി ചേർത്തി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്ന് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് പപ്സിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1.5 ടീസ്പൂൺ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കറക്റ്റാക്കി കൊടുക്കാം. നമ്മുടെ പപ്സിന് നമുക്ക് അകത്ത് ഫില്ലിങ് വെക്കണ പോലെ തന്നെയാണ് നമ്മൾ ഈ ബ്രെഡിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കോഴിമുട്ടൻ്റെ പകുതി ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ടൂത്ത് സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നടുവിലൂടെ ഒന്ന് കുത്തി കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് നേരത്തെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ മസാലയും മുട്ടയും വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് 2 സൈഡും നെയ്യ് ഒഴിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മസാലയും മുട്ടയും ആ ബ്രെഡിലേക്കൊക്കെ നല്ലോണം ഇറങ്ങി കറക്റ്റാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ടൂത്ത് സ്റ്റിക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ പുറം വശം ആക്കുമ്പോൾ നമുക്ക് നേരെ പോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ആ ബാക്ക് സൈഡ് നമുക്ക് റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ബാക്കിൽ നിന്ന് ടൂത്ത് സ്റ്റിക്ക് തള്ളിയിട്ട് മേലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മിക്സഡ് വെജ് ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളിയും ക്യാപ്സിക്കും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മിക്സഡ് വെജ് ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അപ്പത്തിനുള്ള മാവ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായ കല്ലിലേക്ക് ഓയിൽ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കല്ലിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കട്ടിയോടെ തന്നെ നമുക്ക് ഇത് ഒഴിച്ച് റെഡിയാക്കാം. നമുക്ക് ദോശ പോലെ ഒരുപാട് പരത്തിയെടുക്കണ്ട. അപ്പോൾ ഇതാ ഊത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ട് ഞാനൊരു കട്ടിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നമ്മൾ ഒഴിച്ച് അതേ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി, മല്ലിയില ഇതൊക്കെ ഈ സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതിന് മേലെ കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഇട്ട വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ട് മാവിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. റെഡും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ കലർന്നിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഊത്തപ്പമാണ്. ഇതുപോലെ മേലെ വിതറി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, അതുപോലെ ബീട്രൂട്ട്, അതൊക്കെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. മേലെ വിതറി കൊടുത്ത് വെജിറ്റബിൾസിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ഇട്ട വെജിറ്റബിൾസ് ഒന്നും താഴെ വീഴില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടതിന് മുന്നായിട്ടോ അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഒന്ന് ചെറുതായിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ ഊത്തപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കാസ്ട്രോൾ ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി അടുത്ത ഊത്തപ്പം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇന്നും ഇവിടെ നല്ല മഴയായിരുന്നു, ഇടിയും മിന്നലും മഴയൊക്കെ ആയിട്ട് കറണ്ട് പോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ വീഡിയോക്കൊക്കെ ഒരു ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ തന്നെ ഉള്ളിയൊക്കെ മേലെ നല്ലപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ആക്കി വെച്ച തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മിക്സഡ് വെജ് ഊത്തപ്പത്തിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ചെറിയ സവാള, 4 തക്കാളി, കുറച്ച് നമ്മുടെ ഒരു 5 അല്ലെങ്കിൽ 6 വറമുളകും കൂടെ എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. അപ്പോൾ നമുക്കൊന്ന് ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ വറമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം വെക്കേണ്ട. വറമുളക് കോരി മാറ്റിയതിന് ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ തക്കാളിയും സവാളയും അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുളക് പൊടിൻ്റെ ഒരു പച്ചമണം മാറിയതോടെ തന്നെ നമുക്കിനി ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ആറണം. അപ്പോൾ ആറിയതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ചട്നി നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എരിവിനനുസരിച്ച് മുളക് എടുക്കാം. അപ്പോൾ നന്നായി ആറി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ജഗ്ഗിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ ഞാൻ ഈ വാട്ടർമെലൺ ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുമ്പിട്ട ഇഫ്താർ വ്ളോഗിൽ നമ്മൾ വാട്ടർമെലൺ ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേ റെസിപ്പി തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കസ്കസ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ചേർത്തത്. പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഇഫ്താർ റെസിപ്പീസ് ഇതൊക്കെയാണ്. മിക്സഡ് വെജ് ഊത്തപ്പം, ടൊമാറ്റോ ചട്നി, അതുപോലെ 2 തരം ജ്യൂസ്, ബ്രെഡ് പപ്സ്. എല്ലാവരും വീഡിയോയിൽ കാണുന്ന റെസിപ്പീസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബ്രെഡ് പപ്സ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ പപ്സൊക്കെ കഴിക്കണതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, ഉള്ളിലുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജ് ഊത്തപ്പം കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല റെസിപ്പീസാണ്, സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.